ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തീയലാണ്, ഒരു പ്രത്യേക തീയലാണ്. അതിന് വേണ്ട സാധനം നമുക്ക് നോക്കാം. ഉള്ളി, പച്ചമുളക്, മത്തങ്ങ, പിന്നെ ഉലുവ, തേങ്ങ, മല്ലി, ഇത്രയും മതിയാവും. മല്ലി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം നമുക്ക് കുക്കറിലേക്ക് ഉള്ളി ഉണ്ടല്ലോ, ഒരു 10-20 എത്ര എടുക്കണമെന്ന് വെച്ചാൽ അത് നാലായിട്ട് ചെറുതായിട്ട് കീറുക. 2ആയിട്ടോ 4ആയിട്ടോ, ഉള്ളി ചെറിയ ഉള്ളി തന്നെ വലുപ്പമുള്ളതാണെങ്കിൽ 4ആയിട്ട് കീറുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മതിയാവും. മത്തങ്ങ ഇതുപോലത്തെ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ഒരു ബൗളോളം മത്തങ്ങ മതിയാവും. ഉപ്പ് 1 സ്പൂണ്, ഇത്രയാണ് വേണ്ടത്. ഇതിൻ്റെ പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കണില്ല. സാധാരണ തീയലെന്ന് പറയുമ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഓടി നടക്കും അതിൻ്റെ മീതെ. ഇത് പക്ഷേ സ്പെഷ്യലാണ്, വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നേ ഇല്ല. നിങ്ങൾക്ക് കാണാം. ഞാനത് കുക്കറിൽ അത് വേവിക്കാൻ വയ്ക്കുകയാണ്. മത്തങ്ങ ഉള്ളിയും വേവാൻ അധികം സമയമൊന്നും വേണ്ട. 1-2 വിസിൽ അത്രയും മതിയാവും. നന്നായിട്ട് വേവണം, എന്നാൽ വെന്തങ്ങ് ഭയങ്കരമായിട്ട് ഉടയാനും പാടില്ല. ഞാനിവിടെ തേങ്ങ ഒന്ന് ചതച്ചാണ് എടുക്കുന്നത്. അപ്പം അത് വറക്കാൻ നല്ല എളുപ്പമുണ്ടാവും. പാൻ ചൂടായിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലി കഴുകിയത് കണ്ടില്ല, ഇത്രയും മതി. ഒരു 10-30 എണ്ണം കാണും. ഒരു സ്പൂണിൽ കൊള്ളുന്ന അത്രയും മല്ലി ഇടുക. പിന്നെ ഉലുവയാണ് ഇടേണ്ടത്. ഉലുവ ഒരു 10 എണ്ണം അത്ര ഇടുക. നമുക്കത് വറുത്തെടുക്കണം. ഒന്ന് ചതച്ചെടുത്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ ബ്രൗൺ നിറമാവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ നോൺ സ്റ്റിക്ക് ആയതിൽ അടി പിടിക്കില്ല. പക്ഷെ കരിയാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഇളക്കുന്നത്. നേരത്തെ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി, അതിപ്പോൾ ചേർക്കണം. മുളക് പൊടിയാണ് കേട്ടോ അത് നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ. 2 സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ഇട്ട പച്ചമുളക് മാത്രമേ ഉള്ളൂ, വേറെ എരിവുള്ളതൊന്നുമില്ല. അതുകൊണ്ടാണ് 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നത്. ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. ഓൾറെഡി തേങ്ങയുടെ ആ ചൂടുണ്ടല്ലോ, അതുകൊണ്ട് ആണ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. എല്ലായിടത്തും ആവുകയും ചെയ്യും, കരിയയില്ല. നമുക്കത് മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഒരു കഷ്ണം പോലും ഇല്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പാനിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മത്തങ്ങയും ചെറിയുള്ളി പച്ചമുളകും കൂടെയുള്ളത് പാനിലേക്ക് ഇടുക. ഇനി അത് നന്നായിട്ട് തിളയ്ക്കണം. ഓൾറെഡി വെന്ത സാധനമാണ്. നന്നായിട്ട് തിള വരുമ്പോഴാണ് നമ്മൾ ഈ അരച്ച് വച്ചേക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അല്ല, ഞാനിവിടെ എങ്ങും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല. തേങ്ങയിൽ ഓൾറെഡി ചെറിയ വെളിച്ചെണ്ണയുടെ മയമുള്ളതുകൊണ്ട് ആ ഒരു രുചി വ്യത്യാസവും വരില്ല. ഞാൻ തേങ്ങ അരച്ചത് ചേർക്കുകയാണ്. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കുക. വെള്ളം ഏകദേശം 3/4 വറ്റുന്നവരെ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നല്ല വെള്ളമുണ്ട്.
നിങ്ങൾ ഇളക്കുക. കണ്ടില്ലേ, അടിപൊളി തീയൽ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യുക.